ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് സ്മിത. 2025 ഏപ്രിൽ 9 മുതൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട് വിസയിൽ, കേരള വിസയിൽ. അത് എന്തൊക്കെയാണ്, റൂൾസ് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, നിൽക്കുന്നവരെ അഫക്റ്റ് ചെയ്യുമോ, PR-നെ അഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ കുറേ ഡൗട്ട്സ് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എന്താണ് ആ റൂൾസ്, അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, നാട്ടിൽ നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് പൂർണ്ണമായും നിർത്തലാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പം അത് എന്തൊക്കെയാണ് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് ഗവൺമെൻറ് സൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ. അതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ എന്നാക്കിയാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. 2025 ഏപ്രിൽ 9 മുതൽ കെയർ കമ്പനീസ് അല്ലെങ്കിൽ ഹോം കെയർ കമ്പനീസ്, കെയർ പ്രൊവൈഡർമാർക്ക്, ഇംഗ്ലണ്ടിലെ കെയർ പ്രൊവൈഡർമാർക്ക് പുതിയ നിയമപ്രകാരം വിദേശത്ത് നിന്ന് പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിന് മുൻപ് അവർ ഇവിടെ ഉള്ള ആൾക്കാരെ ആ ഒരു സ്ഥാനത്തിലേക്ക് നിയമിച്ചിട്ടുണ്ടെന്ന് കാണിക്കണം. ഒരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് പൂർണ്ണമായും നിർത്തലാക്കി എന്നല്ല പറയുന്നത്. ആദ്യം അവർ ഇവിടെ ഉള്ളവരെ സ്പോൺസർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് അറ്റംപ്റ്റ് എങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കണം. ഓൾറെഡി ഉള്ള ആൾക്കാരെ കെയറേഴ്സായിട്ട് അവർ സ്പോൺസർഷിപ്പ് ചെയ്ത് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കണം. ഞാനൊരു ഫോറിനാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ എൻ്റെ കെയർ പ്രൊവൈഡർ എനിക്കാണെങ്കിൽ ഒരു വിസ തന്ന് സ്പോൺസർഷിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പം അതുപോലെ കുറച്ച് പേരെ അവർ ഇവിടുന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇനി നാട്ടിൽ നിന്ന് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മെയിനായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ തടയാൻ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ നിന്നുള്ള ഡയറക്റ്റായിട്ട് കൊണ്ടുവരുമ്പം ഒരുപാട് പൈസ അവർ മേടിക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. 20 ലക്ഷം രൂപയൊക്കെ വരെ, 22 ലക്ഷം രൂപ വരെയൊക്കെ കൊടുത്ത ആൾക്കാരുണ്ട്. നമ്മൾ കുറേ വീഡിയോസൊക്കെ അതിൻ്റെ കണ്ടതാണ്, ന്യൂസസും നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള പിന്നെ അത്രയും പൈസ കൊടുത്തിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ജോലിയും കാണത്തില്ല, അങ്ങനെ ഒരു കെയർ ഹോമോ അല്ലെങ്കിൽ ചിലപ്പോൾ കെയർ ഹോംകാർ അറിഞ്ഞിട്ട് പോലും കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ തടയാൻ വേണ്ടിയാണ് മെയിനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിന് കൂടുതൽ പൈസ ലഭിക്കുന്നത് കൊണ്ടും നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കുറേ കയറി വരുന്നത് കൊണ്ടും ഇവിടെ ഉള്ളവർക്ക്, ഇവിടെ നേരത്തെ ഓൾറെഡി വന്നവർക്കും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്കും ജോലിയുടെ സാധ്യത കുറയുന്നുണ്ട്. അപ്പം അതിനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം. ആദ്യം ഇവിടെ ഉള്ളവർക്ക് ജോലി സെക്യൂർ ആക്കിയിട്ട് മാത്രം ബാക്കി ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ പറയട്ടെ, ഒരു ഗുഡ് ന്യൂസും കൂടെ ഉണ്ട്. സ്കിൽഡ് വർക്കർ വിസയുടെ മിനിമം വേജ് പെർ അവർ 12.82 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം, ഞാൻ വന്ന സമയത്ത് 7.8 7.9 അങ്ങനെ സംതിങ് ആയിരുന്നു ഇവിടുത്തെ മിനിമം വേജ് എന്ന് പറയുന്നത്. അത് കെയറേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ഉള്ള മിനിമം വേജ് അത്ര തന്നെയായിരുന്നു. അത് 11 point something ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു എത്രയാണ് പോയിന്റ് പെൻസ് എന്ന് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇനി അത് ഈ ഏപ്രിലിൽ മാറും, 12.82 ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ആരും അതുകൊണ്ട് ഇനി ഇവിടെ മിനിമം വേജ് കൂടിയല്ലോ, നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാം എന്നുള്ളൊരു ചിന്തയെ വേണ്ട. എല്ലാത്തിനും ടാക്സും കാര്യങ്ങളും എല്ലാം കൂട്ടിയിട്ടുണ്ട്, ബില്ലും കാര്യങ്ങളും എല്ലാം കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈവൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ പൈസ പോലും അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സാലറിയിൽ കുറേ 10 പെൻസോ 20 പെൻസോ 50 പെൻസോ ഒക്കെ കൂടിയാലും നമുക്ക് ബാക്കിയുള്ള ടാക്സ് പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അല്ലെങ്കിൽ ബിൽസും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഇൻക്രിമെൻറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരും കമ്പയർ ചെയ്യരുത്. ഈ ന്യൂസിൻ ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ, ഈ ഗവൺമെന്റ് സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് 2022 ജൂലൈ മുതൽ കെയർ മേഖലയിലെ 470-ലധികം സ്പോൺസർ ലൈസൻസുകൾ റദ്ദാക്കിയിട്ടുണ്ടെന്ന്. അതായത് കെയർ പ്രൊവൈഡേഴ്സ്മാരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് ക്യാൻസൽ ആക്കിയിട്ടുണ്ട് മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട്. ഇന്ത്യ, നൈജീരിയ, സിംബാബ്വെ, ഫിലിപ്പീൻസ്, നേപ്പാളീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ യുകെയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ പുതിയ നിയമങ്ങൾ യുകെയിൽ നിലവിൽ വരുന്നതോടെ ഈ നാട്ടിൽ നിന്നുള്ള സ്പോൺസർഷിപ്പ് ഉള്ള ആൾക്കാരെ രണ്ടാമതാക്കി മാറ്റി നിർത്തിയിട്ട് ഇവിടെ ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നാട്ടിൽ നിന്നുള്ള ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, വേറെ കൺട്രീസിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇതൊരു വിദേശ നിയമനത്തെ കുറയ്ക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചായിരുന്നു, ഇനിയിപ്പോൾ കെയർ വിസയിലേക്ക് മാറുമ്പോൾ നമുക്ക് കെയർ ഹോം എക്സ്പീരിയൻസ് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ കാണിക്കേണ്ടി വരും. നമ്മൾ കെയർ ഫീൽഡിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് പെട്ടെന്ന് കെയർ വിസയിലേക്ക് മാറാൻ പോയെന്നുള്ള കാരണങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. കാരണം എക്സ്പ്ലോയിറ്റേഷൻ കൂടുന്നത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കോഴ്സ് ചെയ്യാൻ വന്നിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാതെയൊക്കെ പിന്നെ കെയർ വിസയിലേക്ക് മാറിയ ചരിത്രങ്ങളുണ്ട്. അപ്പം ഒരുപാട് ഇങ്ങനെ 1-2 പേരൊക്കെ ആണെങ്കിൽ അവർക്ക് കണ്ണടയ്ക്കാം. ഇത് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സീറ്റ്സ്, അവർ ഫീസ് അടയ്ക്കാതെ വരുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സീറ്റ് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ശരിയാവത്തില്ല, ഇങ്ങനെ ഇമിഗ്രേഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രിയിൽ ഒരുപാട് പേരാവും. പിന്നെ ഡിപ്പെൻഡൻസിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അവർ കുറച്ചത്. ഡിപ്പെൻഡൻസും ഇങ്ങനെ സ്റ്റുഡൻറ് വിസയിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ് വിസയിൽ കയറി വന്നിട്ട് നമ്മൾ ഡിപ്പെൻഡൻസിനെയും കൊണ്ട്
കൊണ്ടുവരും. ഇപ്പോൾ ഞാനായാലും എല്ലാവരായാലും അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഡിപ്പെൻഡൻസിനെയും കൊണ്ടുവന്നിട്ട് നമ്മൾ കെയർ വിസയിലേക്ക് മാറും. അപ്പോൾ ഡിപ്പെൻഡൻസും കൂടെ മാറും. അങ്ങനെ ഒരു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ വന്നതോടെയാണ്, അല്ലെങ്കിൽ ഓവർ മിസ്യൂസ് വന്നതോടെയാണ് ഈ ഒരു എല്ലാത്തിനും ഒരു സ്റ്റോപ്പ് ചെയ്തത്. എല്ലാത്തിനും അവർ ഒരു കടിഞ്ഞാണിട്ടതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം അതുപോലെയാണ് ഇനി ഈ വരുന്നതും. നമ്മൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കൂടുതലാവുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതോടെ ഇപ്പോൾ ഡിപ്പെൻഡൻസിനെ നിർത്തിയിട്ട് പോലും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഉള്ളവർക്ക് ആ ഒരു ജോലിയുടെ ഒരു കിട്ടാനുള്ളൊരു സാധ്യത കുറയുവാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഒക്കെ നേരിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ കെയർ ഹോമിലോട്ട് മാറുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയാണെന്ന്. അങ്ങനെയാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു പ്രപ്പോസൽ വന്നതും. അടുത്ത ഇലക്ഷന് ജയിക്കുവാണെങ്കിൽ PR എക്സ്റ്റൻഷൻ 10 വർഷം ആക്കുമെന്നും, ഏത് വിസയിലാണെങ്കിലും PR കിട്ടാൻ 10 വർഷവും പിന്നെ സിറ്റിസൺഷിപ്പിന് വീണ്ടും 5 വർഷവും വരുമെന്നുള്ളൊരു പ്രപ്പോസൽ വന്നതും അതുകൊണ്ടാണ്. അപ്പം അവർക്ക് മനസ്സിലായി നമ്മളത് മിസ്യൂസ് ചെയ്യണം, നമ്മൾ അതൊരു വേ ആയിട്ട് ഇങ്ങോട്ട് കയറി വരാനുള്ള ഒരു വേ ആക്കി മാത്രം മാറ്റുകയാണ്. നമ്മൾ കോഴ്സിന് വേണ്ടിയല്ല വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നാണ് അവർ മനസ്സിലാക്കിയല്ലോ, ഒബ്വിയസ്ലി മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സുമായിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.